ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് തൊട്ട് തുടങ്ങാൻ പോകുന്നത് 4th മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് റിക്വയർഡ് ഫോർ ആൻ ഇന്റർനാഷണൽ ട്രാവൽ എന്നുള്ളതായിരുന്നു. സോ ആ ഒരു ടോപ്പിക്കോട് കൂടി സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് മൊഡ്യൂൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വാതി മിസ് ആണ്. അതും ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വെരി ലാസ്റ്റ്ലി നമുക്ക് തീർക്കാനായിട്ടുള്ളത് നമ്മുടെ 4th മൊഡ്യൂളാണ്. 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കോമഡേഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. എന്താണ് അക്കോമഡേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ടൈപ്സ്, കാറ്റഗറൈസേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതോടൊപ്പം തന്നെ ഹോട്ടലിനകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂംസ്, അതോടൊപ്പം തന്നെ ട്രാവൽ ഏജൻസി, അതോടൊപ്പം തന്നെ ടൂർ ഓപ്പറേഷൻ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൂറിസം, ഇമ്പാക്ട് ഓഫ് ടൂറിസം, ഈ ടോപ്പിക്കുകളാണ് എന്ത് ചെയ്യുന്നത് 4th മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ വളരെ സിമ്പിളായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അക്കോമഡേഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ ഹോട്ടലിനകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഈ ഒരു ഏരിയ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അക്കോമഡേഷൻ ഇൻഡസ്ട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് എന്ത് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടൂറിസത്തിൻ്റെ ഡെഫിനേഷൻ പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു മോർ ദാൻ 24 hours ഇൻ എ സ്റ്റേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോർ ദാൻ 24 hours സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വേണ്ടി വരും, ഒരു ഓവർനൈറ്റ് സ്റ്റേ വേണ്ടി വരും. ഇത്തരം ഓവർനൈറ്റ് സ്റ്റേകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അക്കോമഡേഷൻ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യാറുള്ളത്, പ്രിഫർ ചെയ്യാറുള്ളത്. ഒരു ജനറൽ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് പൊതുവെ അക്കോമഡേഷൻ ഇൻഡസ്ട്രിയെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് പ്രൈമറി അക്കോമഡേഷൻസും രണ്ടാമത്തത് സെക്കൻഡറി അക്കോമഡേഷൻസും എന്നുള്ള രീതിയിൽ. അതോടൊപ്പം തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിയെ വളരെ വൈഡായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ 8ഓളം കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അത്രത്തോളം വൈഡായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അക്കോമഡേഷൻ യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അക്കോമഡേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളും കൂട്ടി യോജിപ്പിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് അക്കോമഡേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒന്നും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തുടക്കകാലത്ത്, അതായത് നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിരുന്ന ഒരു ഏരിയയാണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് അക്കോമഡേഷൻ ഇൻഡസ്ട്രിയും സെയിം തന്നെയാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ടോപ്പിക്കും കൂടെ കണക്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അക്കോമഡേഷൻ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്തോ അതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു എഴുത്ത് വരുന്ന സമയത്തോ എന്ത് ചെയ്യാൻ എഴുതാൻ വേണ്ടിയിട്ട്. സോ ഒന്നും കൂടെ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അക്കോമഡേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഹിസ്റ്ററിയാണ് നമ്മുടെ മൊഡ്യൂൾ പ്രകാരം വരുന്നത്. ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ള ടോപ്പിക് തന്നെയാണ് ഹിസ്റ്ററി ഓഫ് അക്കോമഡേഷനും വരുന്നത്. രണ്ടും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോട്ടൽ ഇൻഡസ്ട്രി. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ 5 സ്റ്റാർ ഹോട്ടലിനകത്ത് എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു കോളേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ നോർമലി ചോദിക്കാറില്ല ഇവിടെ എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് ചോദിക്കാറില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഹോട്ടലിനകത്ത് ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ മാരിയോട്ട് എടുക്കുകയാണെങ്കിലും മെറീഡിയൻ എടുക്കുകയാണെങ്കിലും ക്രൗൺ പ്ലാസ എടുക്കുകയാണെങ്കിലും ഈ പറയുന്ന ഗ്രാൻഡ് ഹയാത്ത് എടുക്കുകയാണെങ്കിലും ഹിൽട്ടൺ എടുക്കുകയാണെങ്കിലും ഷെറാട്ടൺ എടുക്കുകയാണെങ്കിലും എക്സെട്ര നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് 5 സ്റ്റാർ. ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടി എടുക്കുന്ന സമയത്ത് ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിനകത്ത് എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എ ഇമേജ് ബിൽഡർ ഓഫ് എ ഹോട്ടൽ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവരുമായിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫേസ് ടു ഫേസ് നമ്മൾ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോം വേരിയസ് ഫങ്ഷൻസ് ലൈക്ക് റിസർവേഷൻ, റിസപ്ഷൻ, registration, room assignment and the settlement of the bill of a resident guest, and the front office department is considered as the nerve center of a hotel. ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗസ്റ്റിൻ്റെ റിസർവേഷൻ, അതായത് നമ്മൾ നോർമലി വിളിക്കുക എന്ത് ചെയ്യുന്നു, ഒരു ഹോട്ടലിലേക്ക് നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹോട്ടലിൽ വിളിക്കും. നമ്മളൊരു വെൽ പ്ലാൻഡ് ആയിട്ടാണ് ട്രിപ്പ് ചെയ്യുന്നതെങ്കിൽ
ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ വിളിക്കും, നമ്മൾ അവരുടെ റേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് ആ റേറ്റ് അഫോർഡബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ദിവസത്തേക്ക് എന്ത് ചെയ്യും, റിസർവേഷൻ ചെയ്യും. ഈ റിസർവേഷൻ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത് റിസപ്ഷൻ. ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ഗസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, വെൽക്കം ചെയ്യുന്നുണ്ട്. ഓരോ ഹോട്ടലും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത്. ചില ഹോട്ടൽസുകൾ എങ്ങനെയായിരിക്കും, ആരതി ഒഴിഞ്ഞിട്ടായിരിക്കും സ്വീകരിക്കുന്നത്. ചില ഹോട്ടൽസുകൾ ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുത്തിട്ടായിരിക്കും സ്വീകരിക്കുന്നത്. ചില ഹോട്ടൽസുകൾ ഫ്ലവേഴ്സ് കൊടുത്തിട്ടായിരിക്കും സ്വീകരിക്കുന്നത്. ഇതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോപ്പർട്ടി ആൻഡ് ബ്രാൻഡ് നെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ ബ്രാൻഡും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യുന്നുണ്ട്. GRC, ഗസ്റ്റ് രജിസ്ട്രേഷൻ കാർഡ്. നമ്മളൊരു ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് റിസപ്ഷനിൽ നിന്ന് GRC ഫോം തരും. നമ്മുടെ പേര്, അഡ്രസ്സ്, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ അഡ്രസ്സുകൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളതിൽ ഫില്ല് ചെയ്ത് വെക്കും. ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എവിടെയാണ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൂം അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. സാറിൻ്റെ റിസർവേഷൻ ഇപ്പോൾ ഹോട്ടലിലെ കാറ്റഗറൈസേഷൻ പറയുകയാണെങ്കിൽ ഓരോ ഹോട്ടലും ഡിപ്പെൻസ് ആയിരിക്കും. നോർമലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഡീലക്സ് കാറ്റഗറി ഉണ്ടായിരിക്കും, ഒരു പ്രീമിയം ഉണ്ടായിരിക്കും, സ്യൂട്ട് ഉണ്ടായിരിക്കും. റൂംസിൻ്റെ കാറ്റഗറി നമുക്ക് സെപ്പറേറ്റ് പറയാനുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ബുക്ക് ചെയ്തത് അതിന് അനുയോജ്യമായിട്ടുള്ള റൂം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അസൈൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് ആ റൂമിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ റൂമിൻ്റെ ഒരു ഫൈനൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുന്നത് എവിടെയാണ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു നെർവ് സിസ്റ്റം എന്നുള്ള രീതിയിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു നാഡീ വ്യവസ്ഥ എന്നൊക്കെ പറയും. കാരണം ഒരു ഗസ്റ്റ് ഇപ്പോൾ റൂമിലേക്ക് പോയി, മേ ബി ആ റൂമിൽ ഭയങ്കര സ്മെല്ലാന്ന് വിചാരിക്കും, ബാഡ് സ്മെല്ലാന്ന് വിചാരിച്ചോളൂ. ഇത് ഹോട്ടലിൽ നോർമലി ഉണ്ടാകുന്നതാണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഗസ്റ്റ് വരുന്ന സമയത്ത് ഓരോ ഗസ്റ്റ് വരുന്നതും ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. ഇപ്പോൾ ചിലരെന്ത് വിചാരിക്കും, വളരെ കംഫർട്ടബിൾ ആയിട്ടൊന്ന് സ്റ്റേ ചെയ്ത് പോകണമെന്ന് വിചാരിക്കും. ചിലരെന്ത് വിചാരിക്കും, ഞാൻ പൈസ കൊടുത്തതല്ലേ, മാക്സിമം ഇതിനങ്ങ് യൂട്ടിലൈസ് ചെയ്ത് പൊളിച്ചടുക്കി പോകാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. വേറെ ചിലരുണ്ടായിരിക്കും, അവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെ ഓരോ രീതിയിലുള്ള ഗസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ രീതിയിലുള്ള കംപ്ലൈൻസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. മേ ബി ഒരു ഗസ്റ്റ് ഫ്രണ്ട് ഓഫീസിൽ വരുന്നു, ആ ഗസ്റ്റിന് നമ്മൾ റൂം അസൈൻ ചെയ്ത് കൊടുക്കുന്നു. 301 ആണ് റൂം എന്ന് കൊടുക്കുന്നു. ഗസ്റ്റ് 301 പോകുന്നു, അവിടെ ഭയങ്കര ബാഡ് സ്മെല്ല്. ഗസ്റ്റ് എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുന്നു. ഇങ്ങനെ ഈ റൂമിൽ ബാഡ് സ്മെല്ലാണ്. സത്യത്തിൽ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ റൂം, അതിന്റെ സ്മെല്ല്, അതിന്റെ ക്ലീനിങ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ച് പറയും, ഈ റൂമിൽ ഇനി ഒരു പ്രശ്നം വരുന്നുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുമെന്ന് പറയും. അവരെന്ത് ചെയ്യും, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. മേ ബി അത് തിരുത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ എന്ത് ചെയ്യും, തിരുത്തി കൊടുക്കും. സ്വാഭാവികമായിട്ടും ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇപ്പം മിക്കവാറും ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത്, ഫ്രണ്ട് ഓഫീസിലേക്കാണ് ഫസ്റ്റ് ടൈം വിളിക്കുക. സോ സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ നെർവ് സെന്റർ ഓഫ് എ ഹോട്ടൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്ന ഒരു ഏരിയ ആണെന്ത്, ഈ പറയുന്ന രീതിയിൽ ഇമേജ് ബിൽഡർ ഓഫ് എ ഹോട്ടൽ. ഇപ്പോൾ ഒരു ഗസ്റ്റ് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ആ ഗസ്റ്റിന് ഓവർനൈറ്റ് മോസ്കിറ്റോസ് കാരണോ ബെഡ് ബഗ്സ് കാരണോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആ ഒരു ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അദ്ദേഹം ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് ഓഫീസിലുള്ള ഗസ്റ്റ് റിലേറ്റീവ് അസോസിയേറ്റ് ചോദിക്കുകയാണ്, സാർ എങ്ങനെ ഉണ്ടായിരുന്നു, സ്റ്റേ കൊള്ളാവോ, നിങ്ങൾ ഓക്കെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ഗസ്റ്റ് പറയണം, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് തീരെ ഉറക്കം കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ് ഓക്കെ ആയിരുന്നില്ല, നിങ്ങളുടെ കോറിഡോർസ് ഓക്കെ ആയിരുന്നില്ല, ഭയങ്കര നോയ്സി ആയിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ആ ഒരു ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ വളരെ കംഫർട്ട് ആക്കാൻ, സാർ ഈ ഒരു തവണത്തേക്ക് സാറൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് ക്ഷമിക്കണം, നെക്സ്റ്റ് ടൈം സാറ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഞങ്ങൾ കുറച്ചും കൂടെ നല്ല റൂംസുകൾ സാറിന് തരാം. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അയാളുടെ ബില്ലിൽ കുറച്ച് കൊടുക്കുകയാണ്, എമൗണ്ട് 50% മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഗസ്റ്റിനെ കംഫർട്ട് ആക്കുകയാണ്. സോ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഗസ്റ്റുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. അവർ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ഹോട്ടലിൽ നല്ലൊരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അവർ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും, ഹോട്ടലിൻ്റെ ഒരു ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിലേക്കാണ് അത് വരുന്നത്. സോ സ്വാഭാവികമായിട്ടും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി നോക്കാം. ഒന്ന്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്നറിയപ്പെടുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജർ ആണ്. അദ്ദേഹത്തിന്റെ താഴെ അസിസ്റ്റന്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അതിന്റെ താഴെ 3 പേരാണ് വരുന്നത്. ഒന്ന് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ്, രണ്ടാമത്തത് ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ, മൂന്നാമത്തത് ഡ്യൂട്ടി മാനേജർ അല്ലെങ്കിൽ ലോബി മാനേജർ. ഫ്രണ്ട് ഓഫീസിലേക്ക് കയറി വരുന്ന ഏരിയ, മാനേജർ ഇരിക്കുന്ന ക്യാബിന്, ബെൽ ഡെസ്ക് ഇരിക്കുന്ന ക്യാബിന്, അതോടൊപ്പം തന്നെ ട്രാവൽ ഡെസ്ക് ഇരിക്കുന്ന ക്യാബിന്, റിസപ്ഷന്, ബാക്ക് ഓഫീസ്,
നമ്മുടെ എൻറ്റയർലി ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ചെയേഴ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്ന എൻറ്റയർ ഏരിയാസിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ലോബി എന്ന് പറയാറുള്ളത്. സോ ലോബിയിലുള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്ന മാനേജറാണ് ആര്, ലോബി മാനേജർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസറിൻ്റെ താഴെയാണ് പിന്നെ വരുന്നത് ആരൊക്കെ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് അസോസിയേറ്റ് വരുന്നുണ്ട്, അതിൻ്റെ താഴെ ട്രെയിനീസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഫ്രണ്ട് ഓഫീസിൽ വരുന്ന മറ്റ് ഏരിയാസാണ്, ഒന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ റിസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. രണ്ടാമത്തത് ബെൽ ഡെസ്ക്. ബെൽ ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ആ ഗസ്റ്റിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഗസ്റ്റ് വരുന്ന സമയത്ത് അവർ ലഗേജ് കൊണ്ടാണ് വരിക. ഈ ലഗേജ് ഹാൻഡിൽ ചെയ്തിട്ട് ഗസ്റ്റിൻ്റെ റൂമിലേക്ക് എത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെൽ ബോയ്സ് എന്ന് പറയുന്നത്. ഇവർ നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയാം, ബെൽ ഡെസ്ക് എന്ന് പറയാം. ഓക്കെ, ഇത്തരത്തിൽ ബെൽ ബോയ്സ് ഒരു ഓഫീസ് ബോയ് എന്നുള്ള നിലയിലാണ് ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാറുള്ളത്. നമുക്ക് എന്തെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തെങ്കിലും കൊടുത്തു വിടാണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് കൊടുത്തു വിടുക. ഗസ്റ്റിൻ്റെ ലഗേജ് കൃത്യമായിട്ട് റൂമിലേക്ക് അവരാണ് എത്തിക്കുക. ചില സമയത്ത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഗസ്റ്റിനേക്ക് കൊടുത്തു വിടണമെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലാണ് കൊടുത്തു വിടുക. സോ അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെൽ ഡെസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെൽ ബോയ്സ് എന്ന് പറയുന്നത്. ഈ ബെൽ ബോയ്സിൻ്റെ ഹെഡാണ് ആര്, ബെൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ആ ഒരു ബെൽ ബോയ്സ് ഇപ്പോൾ ഒരു 3-4 പേര് ലഗേജ് എടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ബെൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് കാഷ്യർ ആണ്. ഫ്രണ്ട് ഓഫീസിലെ ക്യാഷുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് എന്ത്, കാഷ്യർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ടെലഫോൺ സൂപ്പർവൈസറാണ്. ഒരുപാട് കോളുകൾ ഇപ്പം നമ്മൾ ഏത് ഹോട്ടലിലേക്ക് വിളിച്ചാലും ആ ഒരു കോൾ ആദ്യം പിക്ക് ചെയ്യുക ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെലഫോൺ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. സോ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ഏരിയയാണ് ടെലഫോൺ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബെൽ ബോയ്സ് അല്ലെങ്കിൽ ബെൽ ക്യാപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇത്രയും ഏരിയാസാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈറാർക്കികൾ ചോദിക്കാറുണ്ട്. ഹെഡ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജർ ആണ്, അതിൻ്റെ താഴെ വരുന്നത് അസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ ആണ്, അതിൻ്റെ താഴെ 3 പോസ്റ്റുകളാണ് വരുന്നത്. ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ്, ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ, മൂന്നാമത്തത് ഡ്യൂട്ടി മാനേജർ അല്ലെങ്കിൽ ലോബി മാനേജർ. ഈ ഡ്യൂട്ടി മാനേജർ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ബെൽ ബോയ്സുകൾ കൃത്യമായിട്ട് വരാറുള്ളത്. ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസറിൻ്റെ കീഴിൽ വരുന്ന ഏരിയാസാണ് ഈ പറയുന്ന റിസർവേഷൻ സൂപ്പർവൈസർ, അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഓഫീസ് അസോസിയേറ്റ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഹെഡ് കാഷ്യർ വരുന്നുണ്ട്, ടെലഫോൺ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെയുള്ള എംപ്ലോയീസാണ് പിന്നീട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പറയാനുള്ളത്. ഇതിൽ എന്തുകൊണ്ടാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇമേജ് ബിൽഡർ ഓഫ് എ ഹോട്ടൽ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, അതോടൊപ്പം തന്നെ നെർവ് സിസ്റ്റം ഓഫ് എ ഹോട്ടൽ എന്നുള്ളത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ എന്തുകൊണ്ടാണ് പറയുന്നത്, ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും കോട്ട് ചെയ്തുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. Housekeeping department is responsible for the cleanliness, maintenance and aesthetic upkeep of rooms, public areas, back areas and surroundings in a hotel and for the inaccurate care and upkeep of all guest rooms and public space at all times. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റയർ ദ പ്രോപ്പർട്ടിയെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി. ഗസ്റ്റ് പോയി കഴിയുമ്പോൾ ഗസ്റ്റിൻ്റെ റൂം, പബ്ലിക് ഏരിയാസ്, കോറിഡോർസ്, ലിഫ്റ്റ്, ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ്, അതും അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ, പാർക്കിംഗ് ഏരിയാസ്, ഹോട്ടലിൻ്റെ ഈ പറയുന്ന റൂഫ് ടോപ്പുകൾ, ഇങ്ങനെ എല്ലാ ഏരിയാസും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയയാണ് എന്ത്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ഒരു ഹൈറാർക്കിയാണ്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പർ വരുന്നുണ്ട്. ഇനി നിങ്ങളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ താഴെ വരുന്നത് 4 പോസ്റ്റുകളാണ്. ഒന്ന് ഫ്ലോർ സൂപ്പർവൈസർ, ഫ്ലോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഏരിയാസും അതിൻ്റെ ക്ലീനിങ്ങും മെയിൻ്റെനൻസും എല്ലാം നോക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോർ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പബ്ലിക് ഏരിയ സൂപ്പർവൈസർ. പബ്ലിക് ഏരിയാസ് ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പാർക്കിംഗ് ഏരിയ, ഫ്രണ്ട് ഓഫീസ്, കോറിഡോർസ്, ഇതൊക്കെ ലിഫ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്താ പറയുക പബ്ലിക്കിൽ യൂസ് ചെയ്യുന്ന ഏരിയാസാണ്. സോ ഈ ഏരിയാസിൻ്റെ ക്ലീനിങ്ങും മെയിൻ്റെനൻസും നോക്കുന്ന ആളെയാണ് നമ്മൾ എന്താ പറയുക, മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് എന്താ പറയുക, ഇപ്പോൾ ഒരു ബൾബ് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക, അങ്ങനെ ബൾബ് മാറ്റുന്ന ആൾ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ക്ലീനിങ്ങിലെ മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. മറ്റ് ബൾബ് മാറ്റാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ ക്ലീനിങ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക് ഏരിയയിലെ ക്ലീനിങ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്
കൺട്രോൾ ഡെസ്ക് സൂപ്പർവൈസർ. ഇപ്പം നമ്മൾ ഹൗസ് കീപ്പിങ്ങിലേക്ക് വിളിക്കുന്ന സമയത്ത് അവിടെ ഫോൺ പിക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ ഡെസ്ക് എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഈ പറയുന്ന രീതിയിൽ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ 301 നിന്ന് വിളിക്കുകയാണ്, ഇവിടെ ഭയങ്കര റൂമിൽ സ്മെല്ലാന്ന് പറയുമ്പോൾ ആ റൂമിൽ ആ ഒരു ഡെസ്കിൽ പിക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ ഡെസ്ക് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അയാളാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഓരോ റൂമിലേക്കും ഓരോ ആളെ എന്ത് ചെയ്യുന്നത്, വിടുന്നത്. നെക്സ്റ്റ് ലിനൻ ആൻഡ് യൂണിഫോം സൂപ്പർവൈസർ. ലിനൻ ആൻഡ് യൂണിഫോം എന്ന് പറയുന്നത് ഹോട്ടലിൻ്റെ അകത്ത് ഒരുപാട് രീതിയിൽ ലിനൻ ക്ലോത്തുകൾ ആവശ്യമായിട്ട് വരും. ചില സമയത്ത് എന്തായിരിക്കും അത്, ഈ പറയുന്ന രീതിയിൽ റെസ്റ്റോറൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ടേബിൾ ക്ലോത്തുകളായിരിക്കാം, ഹാൻഡ് ക്ലോത്തുകളായിരിക്കാം, വാഷ് ക്ലോത്തുകളായിരിക്കാം, പൂളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തുകളായിരിക്കാം. ഇതിനൊക്കെയാണ് നമ്മൾ ലിനൻ ക്ലോത്തുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബെഡ്ഷീറ്റുകൾ വരാം, നാപ്കിൻസ് വരാം. ഇതൊക്കെയൊക്കെയാണ് നമ്മൾ ലിനൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ യൂണിഫോം, ഗസ്റ്റിന് വേണ്ടിയുള്ള യൂണിഫോം. ഈ രണ്ട് കാര്യങ്ങൾ നോക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിനൻ യൂണിഫോം സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഈ യൂണിഫോമിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ ഹോട്ടലിൽ വരുന്ന ലിനൻ ക്ലോത്തുകളുടെ കാര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ എന്ത് ചെയ്യുന്നത്, ഈ ലിനൻ റൂം സൂപ്പർവൈസറാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ലോണ്ട്രി സൂപ്പർവൈസർ. ലോണ്ട്രി സൂപ്പർവൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗസ്റ്റിന് ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന ഡ്രസ്സുകൾ അലക്കി കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലോണ്ട്രി എന്ന് പറയാം. ഗസ്റ്റിൻ്റെ മാത്രമല്ല സ്റ്റാഫിൻ്റെയും ഡ്രസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോട്ടലിനകത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അലക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ലോണ്ട്രി ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നോക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോണ്ട്രി സൂപ്പർവൈസർ എന്ന് പറയുന്നത്. സോ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ പ്രോപ്പർട്ടിയുടെ ഈച്ച് ആൻഡ് എവറി കോർണർ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലോറ്, പബ്ലിക് ഏരിയ, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് ഗാർഡനുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരുന്നത്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഏരിയ. സത്യത്തിൽ ഈ ഒരു ടോപ്പിക് എടുക്കണമെങ്കിൽ തന്നെ ഒരു സെമസ്റ്റർ വേണം. ഒരു സെമസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടലും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സും പറയുകയാണെങ്കിൽ തന്നെ ഒരു 25-30 ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പോലും പറഞ്ഞ് തീരാതെ അത്രത്തോളം ഏരിയാസ് ഉള്ളൊരു ടോപ്പിക്കാണ് എന്ത്, ഹോട്ടൽ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എനിവേ നമുക്ക് അത്രത്തോളം ഒന്നും പറയാനും ഇല്ല, അത്രത്തോളം ഒന്നും സമയവും നമ്മുടെ കയ്യിലില്ല. എന്നിരുന്നാൽ പോലും മനസ്സിലാക്കുക, ഈ പറയുന്ന രീതിയിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന ഒരു പോസ്റ്റാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന പോസ്റ്റ്. ആ ഒരു ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഹോട്ടലിനകത്തുള്ള ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ടായിരിക്കും, ഔട്ട്ഡോർ പ്ലാന്റുകൾ ഉണ്ടായിരിക്കും, ഗാർഡൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോർട്ടിക്കൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോണ്ട്രി സർവീസ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമാണ്. അതോടൊപ്പം തന്നെ ലിനൻ ആൻഡ് യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഫുഡ് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഹോട്ടലിനകത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം ഗസ്റ്റിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ജനറലൈസ് ചെയ്തിട്ട് ഫുഡ് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ F&B ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത്തത് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും സിമ്പിളി പറയുകയാണെങ്കിൽ ഫുഡ് ആൻഡ് ബീവറേജ് എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷൻ നടത്തുന്ന ഏരിയയാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ പറയുന്നത് എന്താണ്, ഷെഫുമാരുള്ള ഏരിയയാണ് നമ്മളെന്ത്, അല്ലെങ്കിൽ കിച്ചൺ അടങ്ങിയ ഏരിയയാണ് നമ്മളെന്ത് പറയുക, ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഗസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ വരുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻ വരുന്നുണ്ട്, ഹൽവായി വരുന്നുണ്ട്, കോണ്ടിനെൻ്റൽ വരുന്നുണ്ട്, ചൈനീസ് വരുന്നുണ്ട്, അറബിക്ക് വരുന്നുണ്ട്, പിന്നെ പറയുകയാണെങ്കിൽ പാൻട്രി വരുന്നുണ്ട്, പിന്നെ പേസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ പറയുകയാണെങ്കിൽ ബുച്ചറി എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗാഡ്മഞ്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ക്യൂസിൻസുകളെല്ലാം ഫുഡുകളെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഏരിയ. നോർത്ത് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷസുകൾ, കോണ്ടിനെൻ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ ഡിഷസുകൾ ഉണ്ടാക്കുന്നത്, ചൈനീസ് എന്ന് വെച്ചാൽ ചൈനീസ് ഫുഡുകൾ ഉണ്ടാക്കുന്നത്, പേസ്ട്രി എന്ന് പറയുന്നത് കേക്കുകൾ, മഫിൻസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ, പാൻട്രി എന്ന് പറയുന്നത് നമ്മൾ പൊരിച്ചു കോരുന്നൊക്കെ ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുക, പാൻട്രി എന്ന് പറയാം. അതോടൊപ്പം തന്നെ ബുച്ചറി എന്ന് പറയുന്നത് നമ്മൾ ബൾക്കായിട്ടാണ് ഫിഷുകൾ അല്ലെങ്കിൽ ചിക്കനുകൾ, മീറ്റുകളൊക്കെ എടുക്കുക. അവിടെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പീസുകളാക്കുന്ന ഏരിയയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ബുച്ചറി എന്ന് പറയാം. പിന്നെ നമ്മുടെ സലാഡ്സുകൾ, ഫ്രൂട്ട്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാഡ്മഞ്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ സ്വീറ്റ്സുകളെല്ലാം ഉണ്ടാക്കുന്ന ഹൽവായി എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. ഇത്രയും ഏരിയാസാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്
നമ്മൾ നോർമലി അറിയപ്പെടുക ക്ലാസിക്കൽ ബ്രിഡ്ജ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുക, F&Bയുടെ അകത്ത് ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അകത്തുള്ള ഹൈറാർക്കി എന്ത് ചെയ്യുക അറിയപ്പെടുന്നത് ക്ലാസിക്കൽ ബ്രിഡ്ജ് എന്നുള്ള പേരിലാണ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഷെഫ് ദ ക്യൂസിൻ, ഫ്രഞ്ച് വേർഡാണ്. ഷെഫ് ദ ക്യൂസിൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മൾ നോർമലി ഇന്ത്യയിൽ എന്ത് പറയുന്നുണ്ട്, എക്സിക്യൂട്ടീവ് ഷെഫ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ താഴെ സെക്കൻഡ് ഷെഫ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഷെഫാണെന്ത്, സൂ ഷെഫ് എന്ന് പറയുന്നത്, SOUS, സൂ ഷെഫ് എന്ന് പറയുന്നത്. മൂന്നാമത് അറിയപ്പെടുന്ന ഷെഫാണെന്ത്, CDP നമ്മൾ കോമൺലി പറയും. ശരിക്കും അത് പ്രൊനൗൺസ് ചെയ്യുക ഷെഫ് ദ പാർട്ടി എന്നുള്ളതാണ് കേട്ടോ. CDP അല്ലെങ്കിൽ ഷെഫ് ദ പാർട്ടി എന്ന് പറയും. അതിൻ്റെ താഴെ വരുന്ന ഷെഫുമാരാണ് കോമി ഫസ്റ്റ്. ഇതൊരു ഷെഫ് എന്നുള്ള പേരല്ല, മറിച്ച് ഇതൊരു പൊസിഷനാണ് കേട്ടോ മൊത്തം. ഇപ്പം മാനേജർ എന്ന് പറയുന്ന ഒരു പേരല്ലല്ലോ, ഒരു പൊസിഷൻ അല്ലേ. ആ പറഞ്ഞ പോലെ തന്നെ കോമി ഫസ്റ്റ് എന്നുള്ള ഒരു പൊസിഷനാണ്, കോമി സെക്കൻഡ് എന്നുള്ള രണ്ടാമത്തെ പൊസിഷനാണ്, കോമി തേർഡ് എന്നുള്ളത് മൂന്നാമത്തെ പൊസിഷനാണ്. അതിൻ്റെ താഴെ അപ്രൻറ്റീസ് വരും, അതിൻ്റെ താഴെ എന്ത് വരും, ട്രൈനീസ് വരും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചർ വരുന്നത്. സോ ഈ പറയുന്ന F&B പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്രാൻഡിങ് ഉള്ള, പൊസിഷനിങ് ഉള്ള ഒരു ഏരിയ ആണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് F&B പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ളൊരു ക്ലാസിക്കൽ ബ്രിഡ്ജിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഹൈറാർക്കി നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് F&B സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ ഗസ്റ്റിലേക്ക് എത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. F&B ഔട്ട്ലെറ്റുകൾ ചിലപ്പോൾ എന്തായിരിക്കാം, റെസ്റ്റോറൻറ്റ്സ്, ബാർ, ഹോട്ടൽസ്, എയർലൈൻസ്, ക്രൂസ് ഷിപ്പ്, ട്രെയിൻസ്, വാട്ടെവർ എന്തും ആകാം. പക്ഷെ എന്താണ്, ഇങ്ങനെ ഗസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് F&B ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ F&B സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരമപ്രധാനമായിട്ടുള്ള ദൗത്യം. ഇപ്പോൾ ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പാസ്തയുടെ എന്തെങ്കിലും ഒരു പാസ്ത വിത്ത് വൈറ്റ് സോസ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ആ ഒരു ഗസ്റ്റിൻ്റെ ഓർഡർ എടുക്കുന്നത് ആരാണ്, ഈ പറയുന്ന F&B സർവീസാണ്. ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക, അദ്ദേഹം വന്നിരുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, F&B സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റാഫ് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ എടുക്കുന്നുണ്ട്. സോ ഗസ്റ്റിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓർഡർ എടുക്കുന്നു. ആ ഓർഡർ നമ്മൾ കിച്ചണിൽ കൊണ്ട് കൊടുക്കുന്നു. F&B പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് ഉണ്ടാക്കി തരുന്നു. ആ ഫുഡ് ഉണ്ടാക്കി തന്ന് ഗസ്റ്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ആരാണ്, ഈ പറയുന്ന F&B സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. F&B ഔട്ട്ലെറ്റുകൾ എന്തൊക്കെയായിരിക്കാം, ചിലപ്പോൾ റെസ്റ്റോറൻറ്റ്സുകളായിരിക്കാം, ചിലപ്പോൾ ബാർ കൗണ്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഹോട്ടൽസുകളായിരിക്കാം, ചിലപ്പോൾ എയർലൈൻസുകളായിരിക്കാം, ചിലപ്പോൾ ക്രൂസ് ഷിപ്പുകളായിരിക്കാം, ചിലപ്പോൾ ട്രെയിൻസ് ആയിരിക്കാം. സോ ഈ ഒരു ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് നമ്മൾ എൻ്റയർലി എന്ന് പറയുന്നത് സർവീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹൈറാർക്കിയിലേക്ക് പോകുന്ന സമയത്ത് ഫുഡ് ആൻഡ് ബീവറേജ് മാനേജർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനായിട്ട് വരുന്നത്. അതിൻ്റെ കീഴിൽ അസിസ്റ്റൻറ്റ് ഫുഡ് ആൻഡ് ബീവറേജ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് മാനേജേഴ്സാണ് വരുന്നത്. ഒന്ന് റെസ്റ്റോറൻറ്റ് മാനേജർ, റെസ്റ്റോറൻറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്ന ആളാണ് ഒരു റെസ്റ്റോറൻറ്റ് മാനേജർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബാങ്ക്വറ്റ് മാനേജർ എന്നുള്ളതാണ്. ബാങ്ക്വറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ ഹാള് അല്ലെങ്കിൽ കോൺഫറൻസ് ഹാളിനൊക്കെയാണ് ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് അകത്ത് ബാങ്ക്വറ്റ് എന്ന് പറയുക കേട്ടോ. നോർമലി നമ്മളുടെയൊക്കെ നാടുകളിലൊക്കെയുള്ള ഓഡിറ്റോറിയങ്ങളെ, കൺവെൻഷൻ ഹാളുകളെ ഒക്കെയാണ് ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് അകത്ത് നമ്മൾ പറയുന്നത് ഈ ബാങ്ക്വറ്റ് എന്നുള്ള ടേമിലാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ മെൻഷൻ ചെയ്ത് പോവുക. സോ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബാങ്ക്വറ്റ് മാനേജർ എന്ന് പറയുന്നത്. ഇത്തരം ഹാളുകളിൽ നടക്കുന്ന ചില ഹോട്ടലുകൾ 10-12 ഹാളുകൾ ഉണ്ടായിരിക്കും, ചില ഹോട്ടലുകൾ 10-15 ഹാളുകൾ വരെയുള്ള ഹോട്ടലുകൾ നമുക്കിന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. ചില ഹോട്ടൽസിലെ ഈ പറയുന്ന ബാങ്ക്വറ്റ് ഹാളുകളുടെ കപ്പാസിറ്റി ചിലപ്പോൾ 2000 ഉണ്ടായിരിക്കും, ചിലപ്പോൾ 3000 ഉണ്ടായിരിക്കും, ചിലപ്പോൾ 1500 ആയിരിക്കും. വിവിധങ്ങളായിട്ടുള്ള രീതിയിലുള്ള ബാങ്ക്വറ്റ് ഹാളുകൾ എവിടെ ഉണ്ടാകും, ഹോട്ടലിനകത്ത് ഉണ്ടായിരിക്കും. സോ ഇത്തരം ഹാളുകളിൽ നടക്കുന്ന ഫങ്ഷൻസുകൾ, അവർക്ക് വേണ്ടിയുള്ള ഫുഡുകൾ, അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഡെക്കറേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക്വറ്റ് മാനേജർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് റൂം സർവീസ് മാനേജർ. ഒരു ഗസ്റ്റ് ഒരു റൂമിൽ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ വിളിക്കുകയാണ്, എൻ്റെ റൂം നമ്പർ 301 ആണ്, എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം എന്ന് പറയാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവർ ഓർഡർ എടുക്കും. അത്തരം ഓർഡറുകൾ കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി സർവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത്, ഈ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന റൂം സർവീസ് എന്ന് പറയുന്ന ഒരു ഏരിയ. IRD ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ അറിയപ്പെടുക, ഇൻ റൂം ഡൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. IRD എന്നുള്ള പേരിലാണ് ഹോട്ടലിൻ്റെ അകത്ത് ഇതിനെ നോർമലി നമ്മൾ പറയാറുള്ളത്. സ്വാഭാവികമായിട്ട് അതിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന ഹോട്ടലിനകത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡുകൾ എടുത്തുകൊണ്ട് തന്നെ റൂമിൽ സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റൂം സർവീസ് എന്ന് പറയുന്നത്. അത്തരം റൂം സർവീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂം സർവീസ് മാനേജർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് പൂൾ മാനേജർ. പൂൾ എന്ന് പറയുന്നത് പൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മൾ റെസ്റ്റോറൻറ്റ്സുകൾ, ഗ്രിൽസുകളൊക്കെ ചെയ്യാറുണ്ട്. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നിട്ട് തന്നെ കോക്ടെയിൽ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്നാക്കുകൾ, ഗ്രിൽ ഐറ്റംസ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനേജറാണ് എന്ത്, പൂൾ മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാർ മാനേജർ. ബാർ കൗണ്ടേഴ്സുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള എല്ലാ പ്രവൃത്തികളെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ബാർ മാനേജർ എന്ന് പറയുന്നത്. അടുത്തത് ലോഞ്ച് മാനേജർ. ചില ഹോട്ടലിൽ പ്രീമിയം ലോഞ്ചുകൾ ഉണ്ടായിരിക്കും, ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും, കസിനോസ് ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ലോഞ്ച് മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റുവാർഡിംഗ് മാനേജർ. സ്റ്റുവാർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹോട്ടലിൽ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ ഹോട്ടലിൽ ഈ പറയുന്ന സർവീസ്, അതായത് ഹോട്ടലിൽ നമുക്ക് ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാർ, അത് കൃത്യമായിട്ട് തരുന്നത്, അവർ ക്ലീൻ ചെയ്യുന്നത്, ഇവരൊക്കെയാണ് നമ്മൾ സ്റ്റുവാർഡിംഗ് എന്ന് പറയാം. സോ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റുവാർഡിംഗ് മാനേജർ എന്ന് പറയുന്നത്. ഹോട്ടലിനകത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിക്കുന്ന ഒരു മേഖലയാണെന്ത്, ഈ പറയുന്ന ഫുഡ് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷനിലും ഫുഡ് ആൻഡ് ബീവറേജ് സർവീസിലും ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് വേണ്ട ഒരു ഏരിയയാണ് ഹോട്ടലിനകത്ത് ഈ F&B എന്ന് പറയും. സോ ഇത്രയും മാനേജേഴ്സ് ഉണ്ടെങ്കിൽ എത്രത്തോളം സ്റ്റാഫ് ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എൻജിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. എൻജിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോട്ടലിനകത്ത് വരുന്ന മെയിൻ്റെനൻസ് വർക്കുകൾ, ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു റൂമിൽ ഒരു പൈപ്പ് പൊട്ടിയതായിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം, കീ വർക്ക് ചെയ്യാത്തതായിരിക്കാം, ചിലപ്പോൾ ഹോട്ടലിലെ റൂമിനകത്തുള്ള ഈ പറയുന്ന ലോക്കർ വർക്ക് ചെയ്യാത്തതായിരിക്കാം, ചിലപ്പോൾ TV വർക്ക് ചെയ്യാത്തതായിരിക്കാം, AC വർക്ക് ചെയ്യാത്തതായിരിക്കാം, ബാത്റൂമിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, എൻ്റെ ഒരു ഹോട്ടലിലെ ഡ്രൈനേജ് പ്രോബ്ലംസ് ആയിരിക്കാം, പാർക്കിംഗ് ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെ എൻജിനീയറിംഗ് മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ഹോട്ടലിലെ എക്യുപ്മെൻസിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏരിയയാണ് എന്ത്, ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എൻജിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഒരു റൂമിലൊരു കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത്, ഫ്രണ്ട് ഓഫീസിൽ എന്തെങ്കിലും ഫർണിച്ചറിന് കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ ക്യാമറാസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടിയെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ എൻജിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റൂമുകളിൽ കംപ്ലയിൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരെയാണ് അറിയിക്കുക, ഈ പറയുന്ന എൻജിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് അറിയിക്കുക. അവരെന്ത് ചെയ്യുന്നു, ആ റൂമിലേക്ക് പോകുന്നു, അതെന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുന്നു, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവർ തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. ഈ രീതിയിലാണ് എൻജിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നത്. സോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് വേണ്ട ഒരു ഏരിയയാണ്. ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വരുന്നത്. അതിൻ്റെ താഴെ ഒരു സിവിൽ എഞ്ചിനീയർ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഒരു സ്റ്റോർ ഇൻചാർജ്, ഈ 4 പേരുമാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ താഴെ വരുന്നത്. ഇത്രയും വലിയ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വർക്ക് ചെയ്യുന്നത്. എൻ്റയർ പ്രോപ്പർട്ടിയുടെ ഈ പറയുന്ന എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അതും അല്ലെങ്കിൽ മെയിൻ്റെനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന രീതിയിലുള്ള എൻജിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് നമ്മുടെ 4ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ചില സമയത്ത് ഇപ്പോൾ ഹോട്ടലിനകത്തുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ട് ഏത് മേഖലയിലും ഉണ്ടാകുന്നതാണ്. സോ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് പുതിയ ആൾക്കാരെ ഇൻസോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും കൂടി ആരാണ്, ഈ പറയുന്ന ചീഫ് എഞ്ചിനീയറാണ്. ചീഫ് എഞ്ചിനീയറാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ 4 ആൾക്കാരാണ് വരുന്നത്. സിവിൽ എഞ്ചിനീയർ, സിവിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വർക്കുകൾ, മെക്കാനിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ പരമായിട്ട് ഏതെങ്കിലും വസ്തുക്കളുടെ പ്രവർത്തനങ്ങളുമായിട്ട്, പെട്ടെന്ന് പറയാം ഫ്രിഡ്ജ് അല്ലെങ്കിൽ ബോയിലർ, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻസുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. സോ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ടത്. സ്റ്റോർ ഇൻചാർജ്. ഈ സ്റ്റോർ ഇൻചാർജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടി വരും, ഒരുപാട് എക്യുപ്മെൻസുകൾ എന്താ പറയുക റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബൾബ് പീസായിട്ട് പോയി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫ്യൂസായി പോയി അത്. സോ സ്വാഭാവികമായിട്ടും ഫ്യൂസായിട്ട് പോയിട്ടുള്ള ബൾബ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും അല്ലേ. എവിടുന്നാണ് നമുക്ക് ബൾബ് കിട്ടുക, ഈ ഒരു സ്റ്റോറിൽ നിന്നാണ് കിട്ടുക. ഈ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് എടുക്കേണ്ടി വരും. സോ ഇത്തരത്തിലുള്ള ബൾബ് മാത്രമല്ല, ചിലപ്പോൾ എന്ത് വേണ്ടി വരും, നമുക്ക് വേറെ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം. ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രിക്കലായിട്ടോ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു വയറ് പെട്ടെന്ന്
ഷോർട്ടായിട്ട് പോയെങ്കിൽ പുതിയ വയർ നമുക്ക് അവിടെ വെക്കേണ്ടി വരും അല്ലേ. ഇത്തരം സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്റ്റോറിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്റ്റോർ ഇൻചാർജ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അത്തരം വസ്തുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ പഴയ വസ്തുക്കളുടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ശേഖരിക്കുക, നിലവിൽ എത്ര സ്റ്റോക്ക് നമുക്കുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന CFLൻ്റെ കേസായാലും ശരി, LED ബൾബിൻ്റെ കേസായാലും ശരി, അതിൽ എത്ര സ്റ്റോക്ക് നമുക്കുണ്ട്, എത്ര എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഇവിടെ സ്റ്റോർ ഇൻചാർജ് എന്നുള്ള ഒരു ഏരിയയിൽ വരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്, തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്തു, അക്കോമഡേഷൻ ഇൻഡസ്ട്രിക്ക് ഒരു തുടക്കം പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹോട്ടലിനകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഫുഡ് ആൻഡ് ബ്യൂറേജ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഫുഡ് ആൻഡ് ബ്യൂറേജ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിട്ട് തരംതിരിക്കുന്നു: ഫുഡ് ആൻഡ് ബ്യൂറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് ആൻഡ് ബ്യൂറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതോടൊപ്പം പറയുന്നതിനുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇനിയും ഇതിലേക്ക് ബാക്കി പറയാനുണ്ട്. ഓൾറെഡി 30 മിനിറ്റ് ആയി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഒരു 30 ക്ലാസ്സോ അല്ലെങ്കിൽ 35 ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും ഏരിയാസ് ഉള്ളൊരു മേഖലയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത്ര അധികം ഏരിയാസ് ഉണ്ട്, അത്ര അധികം പറയാനുള്ള. നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ലിറ്റിൽ ബിറ്റ് സ്പീഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ചില സമയത്ത് വളരെ ടെക്നിക്കൽ ടേമുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു പാർട്ടും കൂടെ ആയിട്ട് ചെയ്യാം. സ്വാഭാവികമായിട്ട് ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകാമെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ഇതിന് കണ്ടിന്യൂവേഷനായിട്ട് ചെയ്യാം. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് രണ്ടും കണക്ട് ചെയ്തിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.